2025 എന്ന് പറയുന്നത് സംഘടനയെ ശക്തിപ്പെടുത്തുന്ന വർഷമാണ്. തെരഞ്ഞെടുപ്പുകൾ അധികം ഇല്ലാത്ത കാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പുലിമടയിൽ ഞങ്ങളുടെ ഈ സമ്മേളനം നടക്കുന്നതിനെ കാണാൻ. ഇവിടെ ഗുജറാത്ത് എന്ന് പറയുന്നത് BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എഴുതി കൊടുത്തിരിക്കുന്ന സ്ഥലമൊന്നുമല്ല. ഏതാണ്ട് 30% വോട്ടർമാർ കോൺഗ്രസിന് ഇപ്പോഴും വോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ 10-30 വർഷക്കാലമായി അവർ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ബുൾഡോസിങ് അവർ നടത്തുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഈ AICC സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം AICC സമ്മേളനത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ സംഘടനാപരമായും രാഷ്ട്രീയവുമായും ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതും ഇതൊരു ലക്ഷ്യമാണ്. ദേശീയ തലത്തിൽ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിച്ചുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായൊരു മുന്നേറ്റത്തിൻ്റെ കാഹളമായിരിക്കും ഈ ഗുജറാത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉയരാൻ പോകുന്നത്. ഇപ്പോൾ DCC ശക്തീകരണമാണ് പ്രധാന അജണ്ടയായിട്ട് കാണുന്നത്. ആ ലെവലിൽ മുതൽ പാർട്ടി ശക്തിപ്പെടണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും ഈ കാര്യം ചർച്ചയായതാണ്. ജില്ലാതലങ്ങളിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക, DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് പാർട്ടിയെ ഗ്രാസ് റൂട്ട് ലെവലിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിനെപ്പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഇതിപ്പോൾ KC വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പുനഃസംഘടന കേരളത്തിന് മാത്രമായി മാതൃക്കാൻ പറ്റില്ല. കേരളം മാത്രമല്ല രാജ്യവ്യാപകമായ പുനഃസംഘടന ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ പുനഃസംഘടന ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നു കാണുന്നില്ല. അല്ല, AICC സമ്മേളനം കഴിഞ്ഞതില്ല. അതാണല്ലോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞത്. ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസിൻ്റെ അഴിച്ചുപണി വേണ്ട സംസ്ഥാനങ്ങൾ അഴിച്ചുപണി നടത്തുകയും സംഘടനയെ താഴെ തലം വരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ തുടക്കമായിരിക്കും ഇവിടെ നിന്ന് ഉണ്ടാകുന്നത്. അല്ല, അത് എവിടെല്ലാം വേണമെന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് ഓരോ ഘടകങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഈ മഹാരാഷ്ട്രയിൽ ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒബ്സർവേഴ്സിനെ അയച്ചിരിക്കുകയാണ് ജില്ലകളിലെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഏതെല്ലാം രീതിയിലാണെന്ന് അതാത് സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചായിരിക്കും ചെയ്യുന്നത്. ഈ പ്രിയങ്ക ഗാന്ധി ഒരു പ്രധാന റോളിലേക്ക് ഈ ഇതോടുകൂടി വരുന്നു. പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ ഇപ്പോഴും സെക്രട്ടറിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ ഏകോപനം ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ അതൊന്നും ഇവിടെ AICC ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എങ്ങനെയാണ് കാര്യം? രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടില്ല, പ്രിയങ്ക ഗാന്ധി മാറി. രാഹുൽ ഗാന്ധി അല്ലേ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത വ്യക്തി? ഇന്ത്യ അലയൻസിൻ്റെ ആളുകളുമായി കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും സംസാരിച്ച് എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തി. അങ്ങനെയാണല്ലോ ഇത്രയും വലിയ ഒരു ശക്തമായ പ്രതിരോധം ലോക്സഭയിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ എല്ലാം പിന്നിലെ പ്രേരക ശക്തി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. പ്രസംഗിക്കാൻ ആരെല്ലാം തീരുമാനിക്കണമെന്നുള്ളത് പാർട്ടി രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് പ്രസിഡന്റിനോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മീറ്റിങ്ങിലും ആരെല്ലാം സംസാരിക്കണം എന്നുള്ള അവരുടെ തീരുമാനമാണ്. അതുകൊണ്ട് അതിനകത്ത് അത് തെറ്റായ പ്രധാനമാണ് അഴിച്ചുവിടുന്നത്. വാസ്തവത്തിൽ ഈ മുനമ്പം വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കേരള ഗവൺമെൻറ് കഴിയുമായിരുന്നു. അവർ ചെയ്യാതെ ഇത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ BJPക്ക് ഒരവസരം കൊടുക്കാൻ CPM ശ്രമിക്കുകയാണ് കേരളത്തിൽ. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ. അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഈ വഖഫ് നിയമം പാസ്സാക്കിയതുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 2A അവർക്ക് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഗവൺമെൻറ് വിചാരിച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിയും. അത് അവർ തീർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പൊതുവെ കടുംപിടുത്തക്കാരനല്ല എന്നറിയപ്പെടുന്ന ആളാണ് MA ബേബി ജനറൽ സെക്രട്ടറി ആവുന്നത് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം ഗുണകരമാകും? അത് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രസ്താവനകൾ നോക്കിക്കണ്ടാൽ പിണറായി വിജയൻ പറയുന്ന പോലെ മാത്രം ചെയ്യുന്ന നിലയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ത് പറയുന്നു അത് തന്നെ ബേബി ചെയ്യുമെന്നുള്ള സൂചനയാണ് ഇതുവരെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു സൂചനയും കൊടുത്തതായി നമുക്ക് കാണുന്നില്ല. പിണറായി